നമ്മളൊക്കെ മനുഷ്യന്മാരാണ്. മനുഷ്യന്മാരാകുമ്പോൾ തെറ്റുകൾ പറ്റുകയൊക്കെ സ്വാഭാവികമാണ്. ശ്രദ്ധക്കുറവുണ്ടാവാം, പല അബദ്ധങ്ങൾ സംഭവിക്കാം. ഓരോ സാഹചര്യത്തിൽ നിന്ന് വരുന്ന ആൾക്കാരാണ്. ഇപ്പോൾ ബിഗ് ബോസിനകത്ത് എത്തുന്ന കണ്ടസ്റ്റൻസും അങ്ങനെ തന്നെയായിരിക്കും. ആരും പെർഫെക്റ്റ് ഒന്നുമല്ല. എന്തെങ്കിലുമൊക്കെ കുറവുകൾ ഉള്ളവരെ തന്നെയാണ് ബിഗ് ബോസ് അതിനകത്ത് കൊണ്ടിടുന്നത്. സീരിയസ്ലി. ഏറ്റവും പെർഫെക്റ്റ് എന്ന് പറയുന്ന ഇപ്പോൾ ബിന്നിയുടെ കാര്യം എടുത്താൽ പോലും പുള്ളിയുടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിന്നി ഓവർ ഹൈജീനാണ്. അതുപോലും ഒരു പ്രശ്നമാണ്. ഹൈജീൻ നമുക്ക് വേണം. ഓവർ ഹൈജീൻ ആയാലോ അതും ഒരു പ്രശ്നമായിട്ട് മാറും. അധികമായാൽ അമൃതും വിഷമെന്ന് പറയുന്നത് പോലെ ഏത് കാര്യവും ഒരു കണക്കിനായാലേ കൊള്ളാവൂ. ഒരല്പം കൂടിയോ കുറഞ്ഞോ ഒക്കെ നിന്നാ പ്രശ്നമാണ്. അതാണ് ബിഗ് ബോസിന്റെ ഒരു പ്രത്യേകത. അവിടെ എല്ലാം തികഞ്ഞ ഒരാളും ഉണ്ടാവില്ല. എല്ലാവർക്കും എന്തെങ്കിലും കുഴപ്പം കാണും. അങ്ങനെ ബിഗ് ബോസ് എടുക്കൂ, അങ്ങനെ അവർക്ക് കിട്ടൂ. എല്ലാം തികഞ്ഞ ആരുണ്ട് നമുക്ക് ചുറ്റും? നമ്മൾ ആരെങ്കിലും ഒക്കെ എല്ലാം തികഞ്ഞവരാണോ? അല്ല. ഇന്ന് ഒരു ടാസ്കിലാണല്ലോ അനുമോൾ അത് പറഞ്ഞത്. ടാസ്കിൽ, ബിഗ് ബോസ് കൊടുത്ത ടാസ്കിൽ അനുമോൾ പറഞ്ഞു ഇങ്ങനെയാണ്, മുടി അവിടെ ഇവിടെയൊക്കെ വാരിയിട്ടിരിക്കുന്നു, ഈ പറയുന്ന ബെഡൊന്നും. അത് അനുമോള് മാത്രമല്ല, ജിസേല് പറഞ്ഞിട്ടുണ്ട്, അതുപോലെ ശൈത്യ പറഞ്ഞു. അവരൊക്കെ സുഖിപ്പിച്ചുകൊണ്ടോ അല്ലെങ്കിൽ മറ്റേ തേനിൽ പുരട്ടി കൊടുത്തു. അനുമോൾ ഉള്ള കാര്യം മാന്യമായി പറഞ്ഞു. ഈ പേന് പോകുന്ന കാര്യം ഒക്കെ പറഞ്ഞു. അനുമോൾ എടുത്തു കൊടുത്തിട്ടുണ്ടെന്നും പറയുന്നുണ്ട്. അപ്പൊ ഇവിടെ നമ്മുടെ രേണുസുതി പറയുന്നുണ്ട്, അതായത് ഞാൻ പല്ല് തേക്കാത്ത ആളാണ്, അത് കാരണം സ്മെല്ലുണ്ടെന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല, എൻ്റെ ശരീരത്തിൽ നിന്ന് സ്മെല്ലുണ്ടാവുന്നു എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല, പക്ഷെ തലയിൽ ഇങ്ങനെ പേനൊക്കെ വരുന്നു എന്ന് പറഞ്ഞാൽ അത് ഞാനൊരു സ്ത്രീയല്ലേ, ഞാനൊരു പെണ്ണല്ലേ, ഇങ്ങനെയൊക്കെ പറയാമോ എന്ന് ശൈത്യയുടെ അടുത്തും നമ്മുടെ നിവിൻ്റെ അടുത്തും ഒക്കെ പറയുന്നുണ്ട്. ഇവിടെ ഈ ഞാനൊരു പെണ്ണല്ലേ എന്ന് എടുത്തു പറയേണ്ട കാര്യമില്ല. എല്ലാവർക്കും അറിയാം പെണ്ണാണെന്നുള്ളത്, അല്ലേ? അത് മാത്രമല്ല, പറഞ്ഞതും ഒരു സ്ത്രീയാണ്. ഇപ്പൊ കഴിഞ്ഞ തവണയാണെങ്കിൽ ഇപ്പൊ സെപ്റ്റിക് ടാങ്ക് എന്ന് വിളിച്ചത് ഒരു മെയിൽ കണ്ടസ്റ്റന്റ് ആണ്. അപ്പൊ അത് വേറൊരു പശ്ചാത്തലത്തിലാണ് പറഞ്ഞത്. ഇവിടെ അങ്ങനെയല്ല സാഹചര്യം. ഒരു പെണ്ണ് തന്നെയാണ് ഇത് കംപ്ലൈന്റ് ചെയ്യേണ്ടത്. കാരണം സ്ത്രീകളെയാണ് ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഹൈജീന്റെ കാര്യം അവർ തീർച്ചയായിട്ടും പറയും. തലയിൽ ഇഷ്ടം പോലെ പേന് മനുഷ്യന്മാർക്ക് വരും, എനിക്ക് വരാം, പ്രേക്ഷകർക്ക് വരാം. ഈ പേനെന്ന് പറയുന്നത് നമുക്ക് അറിയാത്ത സാധനമൊന്നുമല്ല. ഇപ്പോഴും നമ്മുടെയൊക്കെ തലയിൽ ചിലപ്പോൾ ഒന്നോ രണ്ടോ ഒക്കെ കണ്ടെന്ന് വരാം. അത് എപ്പോൾ വേണമെങ്കിലും ഒരു മനുഷ്യന്റെ തലയിൽ വരാം. അത് പറയാൻ പാടില്ലാത്ത എന്തെങ്കിലും അശീലമൊന്നുമല്ല പേനെന്ന് പറയുന്നത്. മനുഷ്യന്റെ ശരീരത്തിൽ പേനുണ്ട്, ബാക്ടീരിയകളുണ്ട്, വൈറസുകളുണ്ട്, മാലിന്യവും മനുഷ്യ ശരീരത്തിലുണ്ട്. നമ്മളൊന്നും എല്ലാം തികഞ്ഞ ആൾക്കാരൊന്നും അല്ല. എല്ലാ മനുഷ്യരിലും ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അത് ആരെങ്കിലും ഒരാൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ ഞാൻ എന്തോ ശ്രദ്ധിക്കേണ്ടതുണ്ട്, എൻ്റെ ഭാഗത്ത് മിസ്റ്റേക്ക് കൊണ്ടായിരിക്കാം പറഞ്ഞിരിക്കുന്നത്, ഓക്കെ ഞാൻ ശ്രദ്ധിക്കാം. ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ എടുത്താൽ മതി. ഇതിപ്പോ ഈ ഞാൻ മറ്റേ ബുള്ളറ്റുകൾക്കിടയിലൂടെ പോയിട്ടുണ്ട്, പീരങ്കികൾക്കിടയിലൂടെ ഞാൻ ചാടിയിട്ടുണ്ട്, ഞാൻ യുദ്ധവിമാനങ്ങൾക്കിടയിലൂടെ കടന്ന് കറങ്ങിയിട്ടുണ്ട്, എനിക്കിതൊന്നൊരു വിഷയമല്ല, ഞാൻ മഹാസംഭവമാണെന്നൊക്കെ പറഞ്ഞിട്ട് മറ്റേ ഇത്തിരി ഇല്ലാത്തൊരു പാറ്റയെ കാണുമ്പോൾ എൻ്റെ അമ്മച്ചിയെ എന്ന് വിളിച്ചുകൊണ്ട് ഓടുന്ന മറ്റേ ഹീറോയിനൊക്കെ ഉണ്ടല്ലോ, ആ ലെവലിലോട്ട് നമ്മുടെ രേണുസുതി മാറരുത്. ഞാൻ പുറത്ത് വലിയ സംഭവമാണ്, എനിക്ക് സൈബർ അറ്റാക്ക് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു ഹെയർ ആണെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ വലിയ സംഭവമാണെന്ന് കരുതുന്ന രേണുസുതി നിസാരമായ ഒരു ആരോപണത്തിന് മുന്നിൽ ഇങ്ങനെ തളർന്നു പോകരുതേ. നിങ്ങൾ ഒരുപാട് സ്ത്രീകൾക്ക് പ്രചോദനമാകാൻ വന്നതല്ലേ. നിങ്ങളുടെ മുഖത്ത് നോക്കി ഒരു സ്ത്രീ ഒരു കാര്യം പറഞ്ഞു, അതിനെ ആ സ്പിരിറ്റിൽ എടുക്കൂ. അതിന് വല്ല മറുപടി ഉണ്ടെങ്കിൽ അവിടെ വെച്ച് കൊടുക്കൂ. അവിടെ തലയാട്ടിരുന്നതും ഞാൻ കണ്ടു രാവിലത്തെ മോർണിംഗ് ആക്ടിവിറ്റിയിൽ. ഇതിപ്പോ ഒരു കാർഡായിട്ട് ഇറക്കേണ്ട കാര്യമില്ല. ഈ സാഹചര്യം ഒന്ന് മാറ്റി ചിന്തിക്കുക. അനുമോള് പറയാണ്, എനിക്ക് രേണു ചേച്ചിയുടെ അടുത്ത് വരുമ്പോൾ ഭയങ്കര വിയർപ്പിൻ്റെ സ്മെല്ല് ഫീൽ ചെയ്യാണ്, ചേച്ചി അതൊന്ന് ശ്രദ്ധിക്കണം എന്നാണ് പറഞ്ഞെങ്കിൽ രേണുസുതി അതിനെ ഇങ്ങനെ പറയും, അതായത് എൻ്റെ തലയിൽ പേനുണ്ടെന്ന് പറഞ്ഞാൽ എനിക്ക് കുഴപ്പമില്ലായിരുന്നു, എൻ്റെ തലമുടി കൊഴിയണമെന്ന് പറഞ്ഞാലും എനിക്ക് കുഴപ്പമില്ലായിരുന്നു, ഞാൻ പല്ല് തേച്ചില്ല എന്ന് പറഞ്ഞാലും എനിക്ക് കുഴപ്പമില്ലായിരുന്നു, പക്ഷേ എൻ്റെ അടുത്ത് വരുമ്പോൾ സ്മെല്ലെന്ന് പറഞ്ഞില്ലേ ബിഗ് ബോസ്, അതാണ് എനിക്ക് ഫീൽ ചെയ്തത്. സത്യം പറഞ്ഞാൽ ഞാൻ ഒരു സ്ത്രീയല്ലേ, ആൾക്കാർ എന്നെക്കുറിച്ച് എന്ത് കരുതും? ഇത്രയും ആൾക്കാർ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ അടുത്ത് വരുമ്പോൾ സ്മെല്ലെന്ന് പറയുമ്പോൾ ഞാൻ ഇനി ആരെടുത്തും ഇരിക്കൂല, ഞാൻ ഒറ്റയ്ക്ക് ഇരിക്കും എന്ന് പറഞ്ഞിട്ട് രേണുസുതി അങ്ങനെ പറയൂ. ഇനി ഇതിപ്പോൾ ചേച്ചിയുടെ അടുത്ത് വരുമ്പോൾ ഭയങ്കര വായുനാറ്റമാണ് ചേച്ചി, ഒരു നിവൃത്തിയില്ല, ഒന്ന് ശ്രദ്ധിക്കണേ ചേച്ചി എന്നാണ് പറഞ്ഞെങ്കിലും ബാക്കി എന്തും പറഞ്ഞോട്ട്, എൻ്റെ അടുത്ത് വരുമ്പോൾ വേർപ്പ് നാറ്റം എന്ന് പറഞ്ഞോട്ടെ, തലമുടിയിൽ പേനെന്ന് പറഞ്ഞോട്ടെ, മുട്ടിക്കൊഴിയുന്നു എന്ന് പറഞ്ഞോട്ടെ, എന്താണെങ്കിലും ഞാൻ സഹിച്ചനെ. വായുനാറ്റം എന്ന് പറയണ്ടായിരുന്നു ബിഗ് ബോസ്, ഞാനൊരു പെണ്ണല്ലേ ബിഗ് ബോസ് എന്നേ രേണുസുതി പറയും. സോ രേണുസുതിക്ക് അവിടെ വേറെ ഗെയിമൊന്നുമില്ല. വിക്ടിം കാർഡാണ് രേണുസുതിയുടെ ഗെയിം. അത് ഞാൻ രേണുസുതിയെ എനിക്ക് ആ സ്ത്രീയോട് യാതൊരു എതിർപ്പുമില്ല കേട്ടോ. അവർ ഇത്രയും ഫൈറ്റ് ചെയ്ത് സൈബർ അറ്റാക്കൊക്കെ കഴിഞ്ഞ് സോഷ്യൽ മീഡിയയിലൂടെ വളർന്ന് ഇന്ന് ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോമിൽ കാല് വെച്ചപ്പോൾ തന്നെ വളരെയധികം വിജയിച്ച ഒരു സ്ത്രീയാണ്. പക്ഷേ അതിനകത്തെ ഗെയിമിനെ നമ്മൾ വിലയിരുത്തുന്ന സമയത്ത് അവിടെ എല്ലാത്തിലും നമ്മൾ മറ്റേ സെന്റിമെന്റ്സിലൂടെ കാണാൻ പറ്റില്ല. രേണുസുതി അറിഞ്ഞുകൊണ്ട് ഉണ്ടാക്കുന്ന കണ്ടന്റ് ആണെങ്കിലോ വിക്ടിം കാർഡ് ഇറക്കാൻ വേണ്ടിയിട്ട്
അപ്പോൾ ന്യായം നമുക്ക് ന്യായമായിട്ട് പറഞ്ഞേ പറ്റുള്ളൂ. ഇന്നിപ്പോൾ രാവിലെ ആ ഒരു കിച്ചൺ സ്ലാബിന്റെ പുറത്ത് കയറിയിരുന്ന അനു ഉണ്ടാക്കിയ ഒരു വിഷയം, അതിനോട് എനിക്ക് വലിയ യോജിപ്പില്ല. ഇന്നലെ തന്നെ ആര്യം വന്ന് പറഞ്ഞു അതിന്റെ ആവശ്യമില്ല എന്ന്. ഇന്ന് വീണ്ടും കയറിയിരുന്നതിനെ ഞാൻ എതിർത്താണ് പറഞ്ഞത്. കാരണം അത് തെറ്റാണ്, അതിന്റെ കാര്യമൊന്നുമില്ല. അടുത്ത് നിൽക്കുന്ന ഒരാളെ വിളിച്ച് നിർത്തി ഇളക്കാമല്ലോ, അല്ലെങ്കിൽ അവിടെ അപ്പാനിയൊക്കെ ഉണ്ടല്ലോ ടീമിൽ. ഇതിപ്പോൾ ഒരു 1000 പേർക്കുള്ള ഒരു കല്യാണ സദ്യ വല്ലതും ഉണ്ടാക്കാനാണ് അനുമോളെ വിളിക്കുന്നതെങ്കിൽ അനുമോള് കഞ്ഞിക്കലത്തിന്റെ അകത്തിറങ്ങി നടക്കും, കാരണം എനിക്ക് പൊക്കമില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പം അതല്ലല്ലോ വേണ്ടത്. അപ്പോൾ അതിനെ നമ്മൾ വിമർശനത്തോടെയാണ് കാണുന്നത്. പക്ഷെ ഇവിടെ അതുപോലെ തന്നെ ഈ ഒരു കേസിനകത്ത് അനുമോള് വലിയൊരു അപരാധം ചെയ്തു എന്നൊന്നും തോന്നുന്നില്ല. രേണുസുതി, ഇത് നിങ്ങൾക്ക് തന്നെ ബൂമറാങ് പോലെ വരാൻ ചാൻസ് ഉണ്ട്. നിങ്ങളുടെ പേഴ്സണൽ ഹൈജീൻ നോക്കുക. അവിടെ മറ്റ് സ്ത്രീകളുള്ളതാണ്, ബെഡ് ഷെയർ ചെയ്യുന്നതാണ്. പലർക്കും പറയാൻ പേടിയാണ്. പേടി കൊണ്ടാണ് പലരും പറയാത്തത്. സൈബർ അറ്റാക്കിനെ പേടിച്ചോ, അല്ലെങ്കിൽ ഇനി വോട്ട് പോകുന്ന പേടിച്ചോ, അങ്ങനെ പിന്നെ സുഖിപ്പിച്ച് നിൽക്കുന്ന ആൾക്കാരും ഉണ്ട് അതിനകത്ത്. അവർക്കൊക്കെ പറയാൻ പേടി കാണും. ആരെങ്കിലുമൊക്കെ ഉള്ളത് വന്ന് രാജാവ് നഗ്നനാണ് എന്ന് വിളിച്ച് പറയുമ്പോൾ മനസ്സിലാക്കണം, എൻ്റെ ഭാഗത്ത് എന്തോ പ്രശ്നമുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ സ്വയം തിരുത്തി മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. കഴിഞ്ഞ സീസണിൽ ആ ജാസ്മിനൊക്കെ എന്തോരം കേട്ടതാണ്. എന്നിട്ട് രേണുസുതി വന്നെന്ന് പറയുന്നുണ്ട് ഇതുപോലെ ഇതുവരെ ഒരു സീസണിലും ഞാൻ ഇങ്ങനെ കണ്ടിട്ടില്ല എന്ന്. അപ്പോൾ എനിക്ക് തോന്നുന്നു സീസൺ 5 കൂടി രേണുസുതി ബിഗ് ബോസ് കാണുന്ന നിർത്തിയെന്ന് തോന്നുന്നു. 6 കണ്ടിട്ടുണ്ടാവില്ല. 6 കണ്ടെങ്കിൽ ആരും ഇത് പറയില്ല. ജാസ്മിൻ കേട്ടെടുത്തോളം ഇന്ന് വരെ ബിഗ് ബോസിന്റെ ചരിത്രത്തിൽ ഹൈജീൻ വിഷയത്തിൽ ഒരു പെൺകുട്ടിക്കും കേൾക്കേണ്ടി വന്നിട്ടില്ല, അനുഭവിക്കേണ്ടി വന്നിട്ടില്ല. ഏറ്റവും വലിയ കണ്ടന്റ് ആയിരുന്നു ആ ജാസ്മിന്റെ ഹൈജീൻ എന്ന് പറയുന്നത്. എത്ര പേഴ്സണൽ ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു. അതിനെതിരെയൊക്കെ പലപ്പോഴും സംസാരിച്ചിട്ടുമുണ്ട്. അവരുടെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ പോലും അതിനെ വളരെ ഒരു ഗെയിമായിട്ടൊക്കെ അവിടെ മിസ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്രത്തോളം ഒന്നും ഇവിടെ ആർക്കും കേൾക്കേണ്ടിയൊന്നും വന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ ഒരു കാർഡ് ഇറക്കാതെ മര്യാദയ്ക്ക് വല്ല കണ്ടന്റും ഉണ്ടെങ്കിൽ കളിക്കുന്നതായിരിക്കും നല്ലത്. കണ്ടന്റ് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും പോയി വെറുതെ ഇരുന്നാൽ മതി. പ്രേക്ഷകർ സുരക്ഷിതമായി പുറത്തെത്തിച്ചോളും. വേറെ ഇപ്പം എന്താ പറയുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.